Good morning, students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. So we are discussing the third chapter of microeconomics, production and cost. ഉൽപാദനവും ചെലവും എന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഉൽപാദനത്തിനെ കുറിച്ചാണ്, പ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രൊഡക്ഷൻ എന്ന ഭാഗം നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ഥാപനത്തിൻ്റെ ചെലവിനെ കുറിച്ചാണ്. ഉൽപാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സ്ഥാപനത്തിന് ചെലവുകൾ വരുന്നുണ്ട്, കോസ്റ്റ്. അപ്പോൾ ആ കോസ്റ്റ് സൈഡ്, സ്ഥാപനത്തിൻ്റെ ഫേമിൻ്റെ ചെലവുകളുടെ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In order to produce output, every firm has to employ inputs. The given level of output can be produced in many ways. നോക്കൂ, see this table. ഒരു പർട്ടിക്കുലർ ഫേം 50 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആൻഡ് ദ ഫേം ഈസ് യൂസിങ് 2 ഇൻപുട്സ്, labor and capital, and the firm is employing these 2 inputs in different combination. വ്യത്യസ്ത ഉൽപാദന ഘടകങ്ങളുടെ ചേരുവകൾ ഉപയോഗിച്ച് ഈ സ്ഥാപനത്തിന് 50 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. യൂസി, ഫേമിന് വേണമെങ്കിൽ 6 യൂണിറ്റ് ലേബറും 3 യൂണിറ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ച് 50 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇത് ഫേമിന് വേണമെങ്കിൽ 4 യൂണിറ്റ് ക്യാപിറ്റലും 4 യൂണിറ്റ് ലേബറും ഉപയോഗിച്ച് ഈ 50 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ആൻഡ് മറ്റൊരു ഇൻപുട്ട് കോമ്പിനേഷനാണ് 3 ലേബറും 6 ക്യാപിറ്റലും ഉപയോഗിച്ച് 50 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പം സോ ദ ഫേം ക്യാൻ യൂസ് different ways to produce a given level of output. വിവിധ രീതികളിലൂടെ ഈ സ്ഥാപനത്തിന് ഈ 50 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ ഡിഫറെൻറ്റ് ഇൻപുട്ട് കോമ്പിനേഷൻസ് ആർ ദർ. ഇതിലെ ഏത് ഇൻപുട്ട് കോമ്പിനേഷൻ അഥവാ ഏത് ഉൽപാദന ഘടകങ്ങളുടെ ചേരുവയാണ് ഈ സ്ഥാപനം ഉപയോഗിക്കുക? 6 ലേബറിനും 3 ക്യാപിറ്റലുമാണോ, 4 ലേബറും 4 ക്യാപിറ്റലുമാണോ, 3 ലേബറും 6 ക്യാപിറ്റലുമാണോ ഈ ഫേം ഉപയോഗിക്കുക, യൂസ് ചെയ്യുക? അതറിയണമെങ്കിൽ ഉൽപാദന ഘടകങ്ങളുടെ വിലയെക്കുറിച്ച് നമുക്ക് അറിയണം. അതായത് ഉൽപാദന ഘടകങ്ങളായ ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും പ്രൈസ് അറിഞ്ഞാൽ ഫേമിന് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ ഫേം ഇവിടെ ഏത് ചേരുവയായിരിക്കും, ഏത് ഉൽപാദന ഘടകങ്ങളുടെ ചേരുവയായിരിക്കും ഉപയോഗിക്കുക? ഏതാണോ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉൽപാദന പ്രവർത്തനം നടത്താൻ കഴിയുക, ആ ചേരുവയായിരിക്കും ഫേം തിരഞ്ഞെടുക്കുക. ദാറ്റ് മീൻസ് ദ ഫേം വിൽ സെലക്ട് ദ ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ ടു പ്രൊഡ്യൂസ് the 50 units of output. ഓക്കെ, ഇത് ഏറ്റവും കുറഞ്ഞ ചെലവ് ഫേമിന് ഏതാണ് വരിക എന്നായിരിക്കും, അതായിരിക്കും ഫേം ഈ 50 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക. അതായത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം 6-3 എന്ന ഇൻപുട്ട് കോമ്പിനേഷൻ ആണോ, 4-4 എന്ന ഇൻപുട്ട് കോമ്പിനേഷൻ ആണോ, 3-6 എന്ന ഇൻപുട്ട് കോമ്പിനേഷൻ ആണോ തിരഞ്ഞെടുക്കുക? ഇത് ഏത് ഇൻപുട്ട് കോമ്പിനേഷൻ തിരഞ്ഞെടുത്താലും ഫേമിനെ സംബന്ധിച്ചിടത്തോളം എത്ര യൂണിറ്റ് ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 50 യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് ഫേം ഇതിൽ ഏതാണ് എടുക്കുക എന്ന് ചോദിച്ചാൽ വിച്ച് ഈസ് ദ ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ, ഏറ്റവും ചെലവ് കുറവ് ഏതാണ് ഫേമിന് വരുന്നത്, ആ ഉൽപാദന ഘടകങ്ങളുടെ ചേരുവയായിരിക്കും ഫേം തിരഞ്ഞെടുക്കുക. ഓരോ സ്ഥാപനവും ഘടകവില കണക്കാക്കി ഏറ്റവും കുറഞ്ഞ
ചെലവ് വരുന്ന ഘടകച്ചേരുവകളായിരിക്കും ഉൽപാദന പ്രവർത്തനത്തിനായിട്ട് അഥവാ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കുക. ഏറ്റവും ചെലവ് കുറവ് വരുന്ന ഘടകച്ചേരുവകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ആ നിശ്ചിത അളവ് ഉൽപാദനം നടത്തുവാൻ ഒരു സ്ഥാപനം മുന്നോട്ട് വരിക. ഉൽപാദന ഘടകങ്ങളുടെ വില പരിഗണിച്ച് നിലനിൽക്കുന്ന സാങ്കേതിക വിദ്യയും പരിഗണിച്ച് ഏറ്റവും കുറവ് ചെലവ് വരുന്ന ഘടക ചേരുവകൾ ഉപയോഗിച്ച് ഉൽപാദന പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ചാണ് ചെലവ് ധർമ്മം വിവരിക്കുന്നത്. കോസ്റ്റ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ്സ് ദ ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് combination of producing a particular level of output given the prices of the input and the technology. അതാണ് കോസ്റ്റ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ് എങ്ങനെ ഉൽപാദന പ്രവർത്തനം നടത്താം എന്നുള്ളതാണ്. ഓക്കെ, നൗ നമ്മൾ ഈ ഒരു ചെലവ്, ഒരു സ്ഥാപനത്തിൻ്റെ ചെലവ് എന്ന് പറയുന്ന ഭാഗം വിശദീകരിക്കുന്നത് ഹ്രസ്വകാലയളവിലും ദീർഘകാലയളവിലും ആണ്. നമ്മൾ കഴിഞ്ഞ ഉൽപാദന എന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഷോർട്ട് റൺ എന്താണ്, ലോങ് റൺ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പം ഷോർട്ട് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടർ വേരിയബിൾ ആണ്, മറ്റൊരു ഫാക്ടർ കോൺസ്റ്റന്റ് ആണ്. സോ ദർ ഇസ് എ വേരിയബിൾ ഫാക്ടർ ആൻഡ് എ ഫിക്സഡ് ഫാക്ടർ. ലോങ് റണ്ണിൽ യു നോ ബോത്ത് ദ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ, രണ്ടും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഷോർട്ട് റൺ കോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് റൺ കോസ്റ്റ്, ഹ്രസ്വകാലയളവിലെ ചെലവുകളെക്കുറിച്ച്. അതിനുശേഷം നമ്മൾ ദീർഘകാലയളവിലെ ചെലവിനെക്കുറിച്ച് ചർച്ച ചെയ്യും. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഷോർട്ട് റൺ കോസ്റ്റ്. ഓക്കെ, ഇൻ ദ ഷോർട്ട് റൺ some of the factors of production of the firm are not variable, they are remain fixed. ഉൽപാദന ഘടകങ്ങൾ, ചില ഉൽപാദന ഘടകങ്ങൾ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഹ്രസ്വകാലയളവിൽ സ്ഥിരമാണ്. സോ ദ കോസ്റ്റ് that a firm has to incur to employ these fixed inputs are called total fixed cost. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സ്ഥിര ചെലവ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് TFC എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അഥവാ മൊത്തം സ്ഥിര ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ചില ഫാക്ടേഴ്സ്, ചില ഘടകങ്ങൾ നമുക്കൊരിക്കലും വാരി ചെയ്യാൻ കഴിയില്ല, മാറ്റാൻ കഴിയില്ല, അത് സ്ഥിരമായിട്ട് അവിടെ നിലനിൽക്കുന്നതാണ്. അപ്പം ആ സ്ഥിര ഘടകങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊത്തം സ്ഥിര ചെലവ് എന്ന് പറയുന്നത്. That means the cost that a firm has to incur to employ these fixed inputs are called total fixed cost. ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ചില ഘടകങ്ങൾ ഫിക്സഡ് ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ് അത്തരത്തിലുള്ള സ്ഥിര ഘടകങ്ങൾ? ഫോർ എക്സാമ്പിൾ, സാലറി ഓഫ് പെർമനന്റ് എംപ്ലോയീസ്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം
അവിടുത്തെ സ്ഥിരമായിട്ട് ഉള്ള ജോലിക്കാരുടെ ശമ്പളം അത് ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മാറുന്നില്ല. വെദർ ദ ഫേം ഈസ് പ്രൊഡ്യൂസിങ് ഓർ നോട്ട്, the salary of the permanent employees is fixed. ഉൽപാദനം കൂട്ടുന്നതനുസരിച്ചിട്ട് ആ സാലറി കൂടുന്നില്ല. അതുപോലെ തന്നെ ഉൽപാദനം കുറയുമ്പോൾ ഇവരുടെ സാലറി കുറയുന്നില്ല. The firm has to incur expense for these fixed factor. മറ്റൊന്നാണ് റെന്റ്. റെന്റ് ഓഫ് ലാൻഡ്, ഭൂമിയുടെ വാടക. വെദർ ദർ ഈസ് പ്രൊഡക്ഷൻ ഓർ നോട്ട്, ദ ഫേം മസ്റ്റ് ഹാവ് ടു പേ റെന്റ്. ദാറ്റ് റെന്റ് ഈസ് ഫിക്സ്ഡ്, മാറ്റമൊന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഇതൊക്കെ സ്ഥിര ഘടകങ്ങളാണ്. ഇത്തരം സ്ഥിര ഘടകങ്ങൾക്ക് കൊടുക്കുന്ന എക്സ്പെൻസ്, വരുന്ന എക്സ്പെൻസ് ഒക്കെ നമ്മൾ ഏതിൽ വരുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. സോ വാട്ട് യു മീൻ ബൈ ദിസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്? സ്ഥിര ഘടകങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവ്. ഒരു സ്ഥാപനത്തിൻ്റെ ഉൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്ഥിര ഘടകങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, മൊത്തം സ്ഥിര ചിലവ്. ഈ മൊത്തം സ്ഥിര ചെലവിൻ്റെ ഒരു പ്രത്യേകത, വെദർ ദർ ഈസ് പ്രൊഡക്ഷൻ ഓർ നോട്ട് ഫോർ ദ ഫേം, ഫേം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സ്ഥിര ചെലവ് ഉണ്ടാകും. Whether there is production or not, there will be fixed cost. Total fixed cost will be there. പക്ഷേ അതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വർദ്ധിക്കുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് കൂടുന്നില്ല, ഔട്ട്പുട്ട് കുറയുമ്പോഴും ഫിക്സഡ് കോസ്റ്റ് കുറയുന്നുമില്ല. When the output is zero, there will be a fixed cost for the firm. അതായത് ഇത്തരത്തിലുള്ള ചെലവുകൾ എന്നാലും ഫേമിനുണ്ടാവും. ഔട്ട്പുട്ട് സീറോ ആണെങ്കിലും ഫേമിന് ഈ തരത്തിലുള്ള ചെലവുകൾ ഉണ്ടാവും. ഫിക്സഡ് കോസ്റ്റ് അതായത് മൊത്തം സ്ഥിരം ചെലവ് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഇനി മറ്റൊരു കോസ്റ്റ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ TVC എന്ന് പറയും. മൊത്തം വിഭേദക ഘടകങ്ങളുടെ ചെലവ്. ഇപ്പോൾ ചില ഫാക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ കഴിയും. അതായത് ഹ്രസ്വ കാലയളവിൽ ചില ഫാക്ടേഴ്സ് ഫിക്സഡ് ആണ്, ചില ഫാക്ടേഴ്സ് വാരിയബിൾ ആണ്. അപ്പോൾ ഈ വിഭേദക ഘടകങ്ങൾക്ക് വരുന്ന ഒരു സ്ഥാപനം ഉൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ വിഭേദക ഘടകങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊത്തം വിഭേദക ചെലവ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് മീൻസ് ദ കോസ്റ്റ് ദാറ്റ് എ ഫേം ഹാസ് ടു ഇൻകർ ഫോർ എംപ്ലോയിങ് ദ വേരിയബിൾ ഇൻപുട്സ്. അപ്പോൾ വേരിയബിൾ ഇൻപുട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിന് വേണ്ടി വരുന്ന ചെലവ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫോർ പവർ, ഇലക്ട്രിസിറ്റി ചാർജ്. അപ്പോൾ ഇതൊക്കെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം വിഭേദക ചെലവുകളാണ്. കാരണം ഉൽപാദന പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ചെലവ് വരുന്നത്. ഓക്കെ, വേരിയബിൾ കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതാണ് പറയുന്നത്. വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിന് വേണ്ടി സ്ഥാപനം നൽകുന്ന അല്ലെങ്കിൽ സ്ഥാപനത്തിന് വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതുപോലെ തന്നെ സാലറി ഓഫ് ടെമ്പററി എംപ്ലോയീസ്, ഇതൊക്കെ വാരിയബിൾ കോസ്റ്റ് ഉദാഹരണമാണ്. താൽക്കാലിക ജീവനക്കാർക്കുള്ള ശമ്പളം അത് എപ്പോഴാണ് ഉണ്ടാവുക? ഫേമിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ മാത്രമാണ് താൽക്കാലിക ജീവനക്കാരെ ആവശ്യം വരികയുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷനുള്ള സമയത്ത് മാത്രമാണ് ഇവർക്കുള്ള ശമ്പളം ഉണ്ടാവുകയുള്ളൂ. പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം? പിരിച്ചുവിടാം. പക്ഷെ പെർമനന്റ് എംപ്ലോയീസിന്റെ കേസ് അങ്ങനെയല്ല. പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പെർമനന്റ് എംപ്ലോയീസ് ആർ ദർ.
their salary is fixed. അപ്പോൾ വാരിയബിൾ കോസ്റ്റും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും മൊത്തം വിഭേദക ചെലവും മൊത്തം സ്ഥിര ചെലവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നത് സ്ഥിര ഘടകങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, മൊത്തം സ്ഥിര ചെലവ്. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വിഭേദക ഘടകങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസിയേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം ചെലവ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഈസ്, അതായത് TC ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ആയിരിക്കും. മൊത്തം ചെലവ്, ഒരു സ്ഥാപനത്തിൻ്റെ ഉൽപാദന പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന മൊത്തം ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സ്ഥിര ചെലവും പ്ലസ് മൊത്തം വിഭേദക ചെലവുമായിരിക്കും. അതായത് ഫിക്സഡ് ഫാക്ടേഴ്സിന് വേണ്ടി വരുന്ന ചെലവും പ്ലസ് വിഭേദക ഘടകങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവും, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ടോട്ടൽ കോസ്റ്റ് കിട്ടും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. ഉൽപാദന പ്രവർത്തനം, അതായത് ഉൽപാദനത്തിൻ്റെ അളവ് കൂടുമ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വിൽ റിമെയിൻ ഫിക്സ്ഡ്. പക്ഷേ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ത് സംഭവിക്കും, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് അതായത് മൊത്തം വിഭേദക ചെലവ്, മൊത്തം ഉൽപാദനം കൂടുന്തോറും വിഭേദക ചെലവ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഒരു പട്ടികയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ പട്ടിക ഒന്ന് പരിശോധിക്കാം. ഓക്കെ, സീ ദിസ് ടേബിൾ. ഫസ്റ്റ് കോളം ഷോസ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്, സെക്കൻഡ് കോളം TFC ഇൻ റുപ്പീസ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, മൊത്തം സ്ഥിര ചെലവ്. തേർഡ് കോളം ഷോസ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഇൻ റുപ്പീസ്, ദാറ്റ് ഈസ് മൊത്തം വിഭേദക ചെലവ്. ആൻഡ് ലാസ്റ്റ് കോളം ഈസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫേം ഇൻ റുപ്പീസ്, സ്ഥാപനത്തിൻ്റെ മൊത്തം ചെലവ്. അപ്പോൾ ഇവിടെ നിങ്ങൾ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഒന്ന് ശ്രദ്ധിക്കൂ. ആദ്യത്തെ കോളം ഫേം അല്ലെങ്കിൽ സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ അളവ്. വെൻ 0 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, അതായത് സ്ഥാപനം ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല തുടക്കത്തിൽ, ബട്ട് ദ ഫേം ഹാസ് ടു ഇൻകർ ഫിക്സഡ് കോസ്റ്റ്. ഒന്നും ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയിൽ പോലും സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കാം, സാലറി ഓഫ് പെർമനൻ്റ് എംപ്ലോയീസ് വിൽ ബി ദർ. ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിലും അവിടെ സ്ഥിരം ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, അതാണ് ഈ 20 റുപ്പീസ്. അപ്പോൾ സ്ഥിര ഘടകത്തിന് വേണ്ടി വരുന്ന ചെലവ്. Even though the production is 0, the firm has to incur that expense. Okay. നോക്കൂ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 0 ആണ്. ഉൽപാദന പ്രവർത്തനം ഒന്നുമില്ല, ഉൽപാദനം നടത്തുന്നില്ല. അപ്പോൾ അവിടെ എന്തും ഉണ്ടാവില്ല, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല, വിഭേദക ഘടകത്തിന് അവിടെ ചെലവ് വരുന്നില്ല. ഓക്കെ, സോ ദ ടോട്ടൽ കോസ്റ്റ് വിൽ ബി 20. When 0 units of output is there, the firm has to incur total cost 20. ഈ ടോട്ടൽ കോസ്റ്റ് 20 വരാനുള്ള കാരണം അവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. See, when the firm starts to produce, അതായത് 1 unit of output is produced, see, the total fixed cost remains the same. ഫിക്സഡ് കോസ്റ്റിന് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. മൊത്തം സ്ഥിര ചെലവിന് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ഇറ്റ് ഈസ് 20 സ്റ്റിൽ, ബട്ട് ദ വേരിയബിൾ കോസ്റ്റ് ഈസ് ദർ നൗ 10. വേരിയബിൾ കോസ്റ്റ് വന്നു, ഉൽപാദന പ്രവർത്തനം ആരംഭിച്ചു, ഉൽപ്പന്നം നിർമ്മിക്കാൻ തുടങ്ങിയതോടുകൂടി വിഭേദക ചെലവ് അവിടെ വന്നു. റോ മെറ്റീരിയൽസിന് വേണ്ടി വരുന്ന ചെലവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റോ മെറ്റീരിയൽസ് വേണം, ആ റോ മെറ്റീരിയൽസിൻ്റെ ചിലവ് അവിടെ വന്നു 10 റുപ്പീസ്. അപ്പോൾ സ്ഥാപനത്തിന് വരുന്ന ടോട്ടൽ കോസ്റ്റ്, മൊത്തം ചെലവ് എന്ന് പറയുന്നത് 20 + 10
TFC plus TVC, that is 30 rupees. അവിടെ ശ്രദ്ധിക്കേണ്ടത് there is no change in total fixed cost. See, when the units of output is increasing, when it becomes 4, there is no change in the total fixed cost. മൊത്തം സ്ഥിരം ചെലവ് അവിടെ സ്റ്റേഷനറി ആണ്, it is 20. But the total variable cost now it is 29. ഉൽപാദനം വർദ്ധിക്കും തോറും റോ മെറ്റീരിയൽസ് കൂടുതൽ വേണം. അപ്പോൾ കൂടുതൽ ചെലവ് അവിടെ വിഭേദക ചെലവ് വരുന്നുണ്ട്. വിഭേദക ഘടകത്തിന് വേണ്ടി വരുന്ന ചെലവ് അവിടെ വർദ്ധിക്കുന്നുണ്ട്. Now it is 29. Okay. Then total cost is also increasing. Total cost is now 49. ഈ ടോട്ടൽ കോസ്റ്റ് ഇവിടെ വരുന്നതിൻ്റെ പ്രധാന കാരണം വിഭേദക ചെലവിൽ വരുന്ന വർധനമാണ്. No change in the total fixed cost. Then you see when it becomes 7, 8, 9 and 10, the total fixed cost remains 20 and the total variable cost is increasing. As a result, the total cost of the firm is also increasing. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം even though the production is nil, there will be total fixed cost. പ്രൊഡക്ഷൻ 0 ആണെങ്കിലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാകും. പ്രൊഡക്ഷൻ 0 ആകുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല. ഉൽപാദനം തുടങ്ങിയാൽ മാത്രമേ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉൽപാദനം എത്ര തന്നെ വർദ്ധിച്ചാലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. സി, when the units of output is 1, total fixed cost is 20 rupees. When it is 10, the total fixed cost still it is 20 rupees. There is no change in total fixed cost even though there is an increasing output. But total variable cost will increase as more and more units of output is produced. And what is the total cost of the firm? It will be TFC plus TVC. Okay. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ചും ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനെ കുറിച്ചും മനസ്സിലായി. ഇസ് ആർ ഓൾ ഇൻ ദ ഷോർട്ട് റൺ. ഹ്രസ്വ കാലയളവിൽ വരുന്നതാണ്. കാരണം ഹ്രസ്വ കാലയളവിൽ മാത്രമാണ് ഒരു ഫാക്ടർ എന്താവുന്നത്, ഫിക്സഡ് ആവുന്നത്. ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. അപ്പം വേരിയബിൾ ഫാക്ടറും ഫിക്സഡ് ഫാക്ടറും വരുന്നത് ഏത് കാലയളവിൽ മാത്രമാണ്? ഷോർട്ട് റണ്ണിൽ മാത്രമാണ്, ഹ്രസ്വ കാലയളവിൽ മാത്രമാണ്. അപ്പം ഹ്രസ്വ കാലയളവിൽ വരുന്ന ചെലവിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ടേബിളിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. ഇനി ഒരു 2 കോസ്റ്റും കൂടി, ഹ്രസ്വ കാലയളവിലെ 2 കോസ്റ്റിനെ കുറിച്ചും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുവാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ കോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദാറ്റ് ഈസ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ശരാശരി ചെലവും സീമാന്ത ചെലവും. അതായത് ഷോർട്ട് റണ്ണിലാണ്. ഷോർട്ട് റൺ മീൻസ് ഹ്രസ്വ കാലയളവിൽ. അതുകൊണ്ട് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഹ്രസ്വ കാലയളവിലെ ശരാശരി ചെലവും ഹ്രസ്വ കാലയളവിലെ സീമാന്ത ചെലവും. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. അതോടുകൂടി ഷോർട്ട് റൺ കോസ്റ്റ്, ഹ്രസ്വ കാലയളവിലെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ വളരെ വിശദമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ 2 കോസ്റ്റിനെ കുറിച്ചും ചർച്ച ചെയ്യാം. സോ ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.